നേർവീഥി നേർവീഥി നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യെശയ്യാപ്രവചനം 66-ാം അധ്യായം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: സ്വർഗ്ഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവുമാകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതുവിധം, എൻ്റെ വിശ്രാമസ്ഥലവും ഏത്? എൻ്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി അങ്ങനെയാകുന്നു ഇതൊക്കെയും ഉളവായതെന്ന് യഹോവ അരുളി ചെയ്യുന്നു. എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. കാളയെ അറുക്കുകയും മനുഷ്യനെ കൊല്ലുകയും ചെയ്യുന്നവൻ, കുഞ്ഞാടിനെ യാഗം കഴിക്കുകയും നായയുടെ കഴുത്ത് ഒടിക്കുകയും ചെയ്യുന്നവൻ, ഭോജനയാഗം കഴിക്കുകയും പന്നിച്ചോര അർപ്പിക്കുകയും ചെയ്യുന്നവൻ, ധൂപം കാണിക്കുകയും വിദ്യാമൂർത്തിയെ വാഴ്ത്തുകയും ചെയ്യുന്നവൻ, ഇവർ സ്വന്തം വഴികളെ തിരഞ്ഞെടുക്കുകയും അവരുടെ മനസ്സ് മ്ലേച്ഛ വിഗ്രഹങ്ങളിൽ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് പോലെ ഞാനും അവരെ ഉപദ്രവിക്കുന്നത് തിരഞ്ഞെടുത്ത് അവർ ഭയപ്പെടുന്നത് അവർക്ക് വരുത്തും. ഞാൻ വിളിച്ചപ്പോൾ അവർ ഉത്തരം പറയാതെയും ഞാൻ അരുളി ചെയ്തപ്പോൾ കേൾക്കാതെയും അവർ എനിക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് എനിക്ക് പ്രസാദം അല്ലാത്തത് തെരഞ്ഞെടുത്തതുകൊണ്ട് തന്നെ യഹോവയുടെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവരെ, അവന്റെ വചനം കേട്ടുകൊള്ളുവീൻ. നിങ്ങളെ പകച്ച് എൻ്റെ നാമനിമിത്തം നിങ്ങളെ പുറത്താക്കി കളയുന്ന നിങ്ങളുടെ സഹോദരന്മാർ, ഞങ്ങൾ നിങ്ങളുടെ സന്തോഷം കണ്ട് രസിക്കേണ്ടതിന് യഹോവ തന്നെത്താൻ മഹത്വീകരിക്കട്ടെ എന്ന് പറയുന്നുവല്ലോ. എന്നാൽ അവർ ലജ്ജിച്ചു പോകും. നഗരത്തിൽ നിന്ന് ഒരു മുഴക്കം കേൾക്കുന്നു, മന്ദിരത്തിൽ നിന്നൊരു നാദം കേൾക്കുന്നു. തന്റെ ശത്രുക്കളോട് പ്രതിക്രിയ ചെയ്യുന്ന യഹോവയുടെ നാദം തന്നെ. നോവ് കിട്ടും മുൻപേ അവർ പ്രസവിച്ചു, വേദന വരും മുമ്പേ അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ഈ വക ആർ കേട്ടിട്ടുള്ളൂ? ഇങ്ങനെയുള്ളത് ആർ കണ്ടിട്ടുള്ളൂ? ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ? ഒരു ജാതി ഒന്നായിട്ട് തന്നെ ജനിക്കുമോ? സിയോനോ നോവ് കിട്ടിയ ഉടൻ തന്നെ മക്കളെ പ്രസവിച്ചിരിക്കുന്നു. ഞാൻ പ്രസവദ്വാരത്തിങ്കൽ വരുത്തിയിട്ട് പ്രസവിപ്പിക്കാതെ ഇരിക്കുമോ എന്ന് യഹോവ അരുളി ചെയ്യുന്നു. പ്രസവിക്കുമാറായിട്ട് ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ എന്ന് നിന്റെ ദൈവം അരുളി ചെയ്യുന്നു. യെരൂശലേമിനെ സ്നേഹിക്കുന്ന ഏവരുമായുള്ളവരെ, അവളോടുകൂടെ സന്തോഷിപ്പീൻ. അവളെ ചൊല്ലി ഘോഷിച്ച് ഉല്ലസിപ്പീൻ. അവളെ ചൊല്ലി ദുഃഖിക്കുന്ന ഏവരുമായുള്ളവരെ, അവളോടുകൂടെ അത്യന്തം ആനന്ദിപ്പീൻ. അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും. അത് കണ്ടിട്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ അസ്ഥികൾ ഇളമ്പുല്ല് പോലെ തഴയ്ക്കും. യഹോവയുടെ കൈ തന്റെ ദാസന്മാർക്ക് വെളിപ്പെടും. ശത്രുക്കളോടോ അവൻ ക്രോധം കാണിക്കും. യഹോവ തന്റെ കോപത്തെ ഉഗ്രതയോടും തന്റെ ശാസനയെ അഗ്നിജ്വാലകളോടും കൂടെ നടത്തുവാൻ അഗ്നിയിൽ പ്രത്യക്ഷനാകും. അവന്റെ രഥങ്ങൾ ചുഴലിക്കാറ്റ് പോലെയിരിക്കും. യഹോവ അഗ്നി കൊണ്ടും വാൾ കൊണ്ടും സകല ജഡത്തോടും വ്യവഹരിക്കും. യഹോവയുടെ നിഹതന്മാർ വളരെയായിരിക്കും. തോട്ടങ്ങളിൽ പോകേണ്ടതിന് നടുവനെ അനുകരിച്ച് തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കുകയും പന്നിയിറച്ചി, അറപ്പ്, ചുണ്ടലി എന്നിവയെ തിന്നുകയും ചെയ്യുന്നവർ ഒരുപോലെ മുടിഞ്ഞു പോകും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പ്രവൃത്തികളെയും വിചാരങ്ങളെയും അറിയുന്നു. ഞാൻ സകല ജാതികളെയും ഭാഷക്കാരെയും ഒന്നിച്ചു കൂട്ടുന്ന കാലം വരുന്നു. അവർ വന്ന് എൻ്റെ മഹത്വം കാണും. ഞാൻ അവരുടെ ഇടയിൽ ഒരു അടയാളം പ്രവർത്തിക്കും. അവരിൽ രക്ഷിക്കപ്പെട്ട ചിലരെ ഞാൻ തർസീസ് വില്ലാളികളായ പൂൽ, ലൂദ് എന്നിവരും തൂബാൽ, യാവാൻ എന്നിവരുമായ ജാതികളുടെ അടുക്കലേക്കും എൻ്റെ കീർത്തി കേൾക്കുകയും എൻ്റെ മഹത്വം കാണുകയും ചെയ്തിട്ടില്ലാത്ത ദൂരദ്വീപുകളിലേക്കും അയക്കും. അവർ എൻ്റെ മഹത്വത്തെ ജാതികളുടെ ഇടയിൽ പ്രസ്താവിക്കും. ഇസ്രായേൽ മക്കൾ യഹോവയുടെ ആലയത്തിലേക്ക് വെടിപ്പുള്ള പാത്രങ്ങളിൽ വഴിപാട് കൊണ്ടുവരുന്നത് പോലെ അവർ സകല ജാതികളുടെയും ഇടയിൽ നിന്ന് നിങ്ങളുടെ സഹോദരന്മാരെയൊക്കെയും കുതിര പുറത്തും രഥങ്ങളിലും പല്ലക്കുകളിലും കോവർ കഴുതപ്പുറത്തും ഒട്ടകപ്പുറത്തും കയറ്റി എൻ്റെ വിശുദ്ധ പർവ്വതമായ യെരൂശലേമിലേക്ക് യഹോവയ്ക്ക് വഴിപാടായി കൊണ്ടുവരും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അവരിൽ നിന്നും ചിലരെ ഞാൻ പുരോഹിതന്മാരും ലേവ്യരായും എടുക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുമ്പാകെ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സ്വന്തം സന്തതിയും നിങ്ങളുടെ പേരും നിലനിൽക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. പിന്നെ അമാവാസി തോറും ശബത്ത് തോറും സകല ജഡവും
എൻ്റെ സന്നിധി നമസ്കരിക്കുവാൻ വരും എന്ന് അരുളി ചെയ്യുന്നു. അവർ പുറപ്പെട്ടു ചെന്ന് എന്നോട് അതിക്രമം ചെയ്ത മനുഷ്യരുടെ ശവങ്ങളെ നോക്കും. അവരുടെ പുഴു ചാകയില്ല, അവരുടെ തീ കെട്ടുപോകുകയുമില്ല. അവർ സകല ജഡത്തിനും അറപ്പ് ആയിരിക്കും. യെശയ്യാപ്രവചനം 66-ാം അധ്യായം യെശയ്യാവിന്റെ പ്രവചനത്തിലെ അവസാന അധ്യായമാണ് എന്ന് നമുക്കറിയാം. ദൈവരാജ്യത്തെക്കുറിച്ചാണ് അതിൻ്റെ അവസാനം പറയുന്നത്. ഇതിൻ്റെ 1-ാം വാക്യം, നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏത് വിധം, എൻ്റെ വിശ്രാമ സ്ഥലവും ഏത്, എൻ്റെ കൈയല്ലോ ഇത് ഉണ്ടാക്കിയത് എന്ന് പറയുന്ന വാക്യം സ്തെഫാനോസ് യെരുശലേമിലെ തൻ്റെ ആദ്യത്തെയോ അവസാനത്തേതുമായ പ്രസംഗത്തിൽ ഉദ്ധരിച്ചു. വാസ്തവത്തിൽ അത് ബൈബിളിലെ വാക്യമാണെങ്കിലും ദൈവം കൈപ്പിണിയായതിൽ വാസം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് യഹൂദന്മാർക്ക് പിടിച്ചില്ല. കാരണം ദൈവമാണല്ലോ സമാഗമന കൂടാരത്തിൻ്റെ പ്ലാൻ പറഞ്ഞത്, അതിൽ വസിച്ചത്. അതുപോലെ ദാവീദിന്റെ മകനായ ശലോമോൻ ദേവാലയം പണിയും എന്ന് ദൈവമല്ലേ പറഞ്ഞത്? ആ ദേവാലയത്തിൽ വസിച്ചതും ദൈവമല്ലേ? അങ്ങനെയിരിക്കെ അത്യുന്നതൻ കൈപ്പണിയായ ആലയങ്ങളിൽ വാസം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് വചനവിരുദ്ധമായിട്ട് അവർക്ക് തോന്നി. ഒരുപക്ഷെ അവർ ഈ വാക്യം യെശയ്യാപ്രവചനം 66-ൽ നിന്ന് വായിച്ചിട്ടുണ്ടാകുകയില്ല. പ്രിയപ്പെട്ടവരെ, ദേവാലയത്തെ ദൈവം വസിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അവർ ദേവാലയത്തെയും അശുദ്ധമാക്കി അതിലെ പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും ഒക്കെ കൊല്ലുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ട് നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവ് ആ ദേവാലയം വിട്ടുപോയി. പിന്നീട് ഒരു മനുഷ്യ ശരീരത്തിലാണ് ദൈവം വസിച്ചത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഈ മന്ദിരം പൊളിപ്പി, ഞാൻ 3 നാൾ കൊണ്ട് ഇതിനെ പണിയാമെന്ന്. താൻ പറഞ്ഞതുപോലെ മരിച്ചു, 3-ാം ദിവസം താൻ ഉയർത്തെഴുന്നേറ്റ് അദൃശ്യനായി ജീവിക്കുന്നത് തന്നെ രക്ഷകനായി സ്വീകരിച്ചിട്ടുള്ള ആളുകളുടെ ശരീരത്തിലാണ്. അവരുടെ മന്ദിരം, അവരുടെ ശരീരം ദൈവമന്ദിരമാണ്. അവർ ദൈവം വസിക്കുകയാണ്. അതാണ് ഈ കാലത്ത് സാധിക്കേണ്ടത്. ഈ കാലത്ത് ക്രിസ്ത്യാനികൾക്ക് ഒരു ആഗോള ആസ്ഥാന മണ്ഡപം ഇല്ല, ഒരു ഹെഡ് ഓഫീസ് അവർക്കില്ല, അതിൻ്റെ ആവശ്യമില്ല. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ഓരോരുത്തരും ദേവാലയങ്ങളാണ്. അവർ ഒരുമിച്ച് കൂടുന്ന ആ സഭയും ദേവാലയമാണ്. അതൊരു മരച്ചുവട്ടിലായിരിക്കാം, ഗുഹയിലായിരിക്കാം, ഒരു വാഹനത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു രഹസ്യമായ ഒരു സ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ ഒരു വലിയ കെട്ടിടത്തിലായിരിക്കാം. വലിയ കൂട്ടമായിരിക്കാം, ചെറിയ കൂട്ടമായിരിക്കാം. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചവരാണോ, തീർച്ചയായിട്ടും കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കും. വചനത്തിങ്കൽ വിറയ്ക്കുന്നവരും മാനസാന്തരപ്പെട്ട് ബാബയിൽ നിന്ന് മടങ്ങി വരുന്നത് പോലെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവർ സഭയാകുന്ന ദേവാലയത്തിലേക്ക് വരും. പിന്നീട് അവർ ദൈവരാജ്യത്തിലേക്കും വരുമെന്നാണ് 3-4 വാക്യങ്ങൾ. വചനത്തിങ്കൽ വിറയ്ക്കാത്തവർ, അവർ ഭയപ്പെടുന്നത് അവർക്ക് ഭവിക്കും എന്നാണ് 4-ാം വാക്യം. 5-ാം വാക്യം പറയുന്നത് സഹോദരന്മാരെ ഉപദ്രവിച്ചവരൊക്കെ ലജ്ജിക്കും എന്നാണ്. 6-ാം വാക്യം ഒരു ചോദ്യമാണ്. ഒരു ദിവസം കൊണ്ട് രാജ്യം ഉണ്ടാകുമോ? പ്രസവവേദന ഉണ്ടായാൽ ഉടനെ പ്രസവിക്കുമോ? അത് സംഭവിച്ചു എന്നാണ്. 1948 മെയ് മാസം 14-ാം തീയതിയാണ് ഇസ്രയേലിന് സ്വന്തമായിട്ടൊരു രാജ്യം ഉണ്ടാകുന്നത്. അതിൻ്റെ പ്രവചനമായിരുന്നു 6-ാം വാക്യം. 13-ാം വാക്യം പറയുന്ന, അമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്നാണ്. ഇസ്രയേലിനെ ഭയപ്പെടുത്തുകയും പേടിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഇതിൻ്റെ ചുറ്റുമുള്ളത്. പക്ഷേ കർത്താവ് തൻ്റെ വാഗ്ദാനപ്രകാരം അവരെ ആശ്വസിപ്പിക്കുകയാണ്. യേശുവിനെ കൊന്നത് യഹൂദന്മാരാണെങ്കിലും അവർ കർത്താവിലേക്ക്, യേശുവിലേക്ക് ധാരാളം പേർ തിരിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം അവരോട് കരുണ കാണിക്കുക. ഇസ്രായേലിനെ ഉപദ്രവിച്ച ആളുകളെ ദൈവം കണക്കിന് ശിക്ഷിക്കും എന്നാണ് 15-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാൻ സാധിച്ചത്. അവസാന വാക്യം ദൈവരാജ്യത്തെക്കുറിച്ചാണ്. പുതിയ ആകാശവും പുതിയ ഭൂമിയും ദൈവം സ്ഥാപിക്കും. അന്ന് പട്ടിണിയോ മരണമോ രോഗമോ ഒന്നും ഉണ്ടാകുകയില്ല എന്നുള്ള വലിയ വാഗ്ദാനം നമുക്ക് നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിലെ സുവിശേഷം എന്ന് അറിയപ്പെടുന്നത് യെശയ്യാ പ്രവചനമാണ്. നമ്മുടെ കർത്താവിൻ്റെ ജനനം തുടങ്ങി ഉള്ള ധാരാളം കാര്യങ്ങൾ പ്രവചനമായിട്ട് ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒപ്പം കർത്താവിനെ കൈക്കൊണ്ട ആളുകൾ എങ്ങനെ വിശുദ്ധിയോടെ ജീവിക്കണം. ഇസ്രായേലിന് പരാജയം സംഭവിച്ചു, എന്നാൽ കർത്താവിനെ കൈക്കൊള്ളുന്ന ആളുകൾ ജയാളികളായിട്ട് ആനന്ദിക്കാനിടയായി തീരണം. അതിന് ദൈവവചനത്തിൽ വിറയ്ക്കുന്നവരായി തീരുവാൻ സാധിക്കണമെന്നുള്ള ആ ഒരു സന്ദേശമാണ് ഈ 66-ാം അധ്യായം നമുക്ക് നൽകുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.